ജിയ 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 നീ ഇപ്പൊ ഒരു ചിരി കേട്ടായിരുന്നാ? നീ അല്ല ചിരിച്ചത്? ആണാ? എന്തിനാ ഇപ്പൊ ചിരിച്ച നീ? ഒന്ന് തെളിയിച്ചു പറ, നീയാണോ ചിരിച്ചേ? ജിയ നീ എന്തിനാ ഇപ്പൊ ചിരിച്ചേ? എന്റെ പൊന്നു ലച്ചു, ഞാനൊന്നും ചിരിച്ചിട്ടില്ല. നീ ഒന്ന് കിടന്നുറങ്ങാൻ നോക്കി. ഞാൻ ഒന്നാമത് ടയർഡാ. മലമറിക്കണ എന്ത് പരിപാടി ചെയ്തിട്ടാണോ വന്നത്? 24 മണിക്കൂർ വീട്ടിലും ഉണ്ട്. ഇവളല്ലേ ചിരിച്ചത്? അമ്മേ, കാടാ ഇതെന്താണ്? കൊടുങ്കാറ്റടിച്ചാ? കൊടുങ്കാറ്റ്? ആരാ വാതിൽ തുറന്നിട്ടത്? ഞാനല്ല. നീ അല്ല, പിന്നെ വേറെ ആര്? ഇവിടെ ഞാനല്ലാണ്ട് വേറെ രണ്ടുപേരില്ലേ? ആര് രണ്ടുപേര്? ഞാൻ എന്റെ നാവോണ്ട് പറയില്ല. ലച്ചു, ജിയ, മാലിനി. മാലിയ ഉള്ള ചേച്ചിയുടെ വീട്ടിൽ പോയി. ഇതെന്താ പപ്പ ഇത്? ആന കരിമ്പും കാട്ടി കയറിയ പോലെ ഉണ്ടല്ലോ. എനിക്കറിയില്ല. അശോ, എന്തൊരു അഭിനയ പോപ്സ് നോക്ക്. അഭിനയോ? പിന്നല്ലാണ്ട്. എന്തിന്? നീ എന്തിനാ ഫ്രണ്ട് ഡോർ തുറന്നിട്ടത്? ഞാനാ? ഞാനിപ്പോ ഉറക്കണിട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പൊ നീ അല്ല? നിന്റെ കൂടെ ഉള്ള മറ്റുള്ളവടെ ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? അപ്പൊ അവള് തന്നെ. അവളെ ഇങ്ങോട്ട് വരട്ടെ. ഇത് മൊത്തം ഞാൻ അവളെ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യിപ്പിക്കുന്നു. ഒറ്റയ്ക്ക് നോക്കിക്കോ. പപ്പ എന്നെ വിളിച്ചോ? ഇതെല്ലാം കണ്ടാ നീ? ഇതൊക്കെ ആരും ഇവിടെ കൊണ്ടുവന്നിട്ടേ? ഇവിടെ വല്ല റിനോവേഷൻ നടക്കുവാണോ? അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇവിടെ എന്താണ് നടന്നതെന്നുള്ളത് അറിഞ്ഞൂടാ? ആർക്കും അറിയില്ല. പപ്പ എന്താ ഞങ്ങളടുത്ത് ചോദിക്കുന്നേ? ഞങ്ങളെല്ലാരും മേളിലല്ലേ താമസിക്കുന്നേ? പപ്പയല്ലേ താഴെ നിക്കുന്നേ? അപ്പൊ ഇതൊക്കെ പപ്പയല്ലേ നോക്കണ്ടേ? എനിക്കറിയില്ല ഇവിടെ എന്താ സംഭവിച്ചെന്ന്. പോപ്സ് ഭയങ്കര മോശം. പോപ്സ് ഭയങ്കര മോശം. പോപ്സ് ഒന്നുമില്ലെങ്കിൽ ഒരു ആർമി മാൻ അല്ലേ? ഇത്രയും കെയർലെസ് ആവാൻ പാടുണ്ടോ? ഞങ്ങൾ ഇത്രയും പെൺകുട്ടികൾ എങ്ങനെ, എന്ത് ധൈര്യത്തിലാണ് ഇവിടെ താമസിക്കുക? എന്ത് മോശം. സാരില്ല പപ്പ, എന്തായാലും ഇത് വേഗം ക്ലിയർ ചെയ്യാൻ നോക്ക്. ജീവന് വരാപത്ത്. നിങ്ങള് കിച്ചണിലേക്കാണോ? അല്ല, ഞാൻ റൂമിൽ പോവാ. ഞാൻ കിച്ചണിലേക്കാ. എന്നാ ഞാൻ റൂമിൽ പോവാ. എന്നാലും ഇതാരായിരിക്കും വാതിൽ തുറന്നിട്ടത്? ഇതിനകത്ത് ഇത്രയും ചവർ കണ്ടുപിടിക്കും. ഞാൻ ആരായിരുന്നാലും കണ്ടുപിടിക്കും. പിള്ളേർ മുമ്പേ ഇൻസൾട്ടായിപ്പോയി. അല്ല, അപ്പം അതൊക്കെ കാര്യമില്ല. എന്നെപ്പോലെ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ഇങ്ങനെ പെരുമാറി ആരായിരുന്നാലും പറയും. നീ എന്താ ലച്ചു ആലോചിക്കുന്നേ? ഇന്നലെ രാത്രി ഉറങ്ങണ സമയത്ത് ഞാൻ നിന്നെ തട്ടി വിളിച്ചിട്ട് നീ ചിരിച്ചോന്ന് ചോദിച്ച ഓർമ്മയുണ്ടോ? ഇല്ല. ഇല്ലേ? അപ്പൊ നീ എന്റെ അടുത്ത് പറഞ്ഞില്ലേ മര്യാദ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നു? എനിക്കൊന്നും ഓർമ്മയില്ല ലച്ചു. നീ എന്തൊക്കെയാ പറയുന്നേ? ഓർമ്മയില്ലെന്നാ? എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? എന്തൊക്കെയാ നീ പറയുന്നേ? ഇന്നലെ നമ്മൾ ഉറങ്ങിയില്ലേ, പെട്ടെന്ന് ഞാനൊരു ചിരി കേട്ട് ഇവിടുന്ന് എവിടെന്നോ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കാറ്റൊക്കെ വന്നു. കാറ്റൊക്കെ? ചിരി എവിടെന്നാ? അതെനിക്കറിയത്തില്ല, പക്ഷെ കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്.
എന്റെ പൊന്ന് ലച്ചു എന്നെ കൂടെ പേടിപ്പിക്കല്ലേ, നീ ഒന്ന് എനിക്ക് പോയേ. സത്യമായിട്ടും ഇപ്പൊ പാത്രം വേണില്ലേ, അതൊരു ദുസ്സൂചനയാ, നിനക്ക് തോന്നണല്ലേ? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. ലച്ചുന്റെ വീട് വല്ല ഗ്രാമപ്രദേശത്തും വല്ല ആണോ? അതെ, എന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, സാധാരണ അവിടെ ഉള്ളവർക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് വിശ്വാസം ഉള്ളതേ. ഓ, ആക്കിയതാണല്ലേ. പറയണ ആളുടെ വീട് ഭയങ്കര സിറ്റിയിലാണല്ലോ. ആ, ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ സിറ്റിയിലാ. എന്നിട്ട് പിന്നെ നീ എന്തിനാ എന്റെ പുറകെ വന്നത്? അത് അന്നത്തെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? എന്ത് സിറ്റുവേഷൻ? അതൊക്കെ പിന്നെ പറയാം. അല്ല, ചേച്ചിക്ക് ഇന്ന് പണിയൊന്നുമില്ലേ? പോ നോക്ക്. അയ്യോ, എനിക്ക് ജോലിക്കണം. പിന്നെ എവിടുന്ന്? ജോലി സ്ഥലത്ത്. അപ്പൊ ചെലവുണ്ടേ. ആ, ചെലവൊക്കെ ഉണ്ട്. ചെല്ലമ്മ, ജോലിക്ക് പോ, ഇത് കുടിച്ചിട്ട് പോ. അപ്പൊ ഓക്കെ. എന്തോ ആലോചിക്കണ പാപ്പ? അല്ല, വാതില് നീയും തുറന്നിട്ടില്ല, ആ 2 പിള്ളേരും തുറന്നില്ല. പിന്നെ ആരായിരിക്കും തുറന്നത്? പപ്പ, പപ്പയടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞ പപ്പനെ വഴക്ക് പറയോ? നീ പറ. പപ്പയ്ക്ക് പ്രേതത്തിലും ഭൂതത്തിലൊക്കെ വിശ്വാസമുണ്ട്. എനിക്ക് പ്രേതത്തിലും ഭൂതത്തിലൊന്നും വിശ്വാസമൊന്നുമില്ല. പിന്നെ പപ്പ എങ്ങനെ പാപ്പച്ചോടൊപ്പം നിൽക്കുന്നത്? അതെ, പാർവേ, പ്രേതം ഭൂതമൊന്നുമല്ല, എന്റെ ഭാര്യയാണ്. ആ, ഓക്കെ, ക്ഷമിക്കും. അത് പോട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞ പപ്പ അത് വിശ്വസിക്കും. വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് നീ കാര്യം പറ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. പപ്പ, ഇന്നലെ രാത്രി ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നേ, പെട്ടെന്നൊരു ചിരി കേട്ടു. ശരിയാ? എന്തൊരു ചിരി? അത് സാധാ ചിരിയൊന്നുമല്ല, ഒരുമാതിരി വൃത്തികെട്ട ചിരി. അതിന്റെ ഒപ്പം ഭയങ്കര കാറ്റും, നമ്മുടെ വാതിലും ജനലൊക്കെ പടപടപടാ അടയുമായിരുന്നു. അതിന് ചിരിയും കാറ്റും വാതിലും തമ്മിൽ എന്ത് കൊച്ചേ ബന്ധം? പപ്പയ്ക്ക് അതൊന്നും അറിയത്തില്ലേ? പപ്പ, ഞാൻ പല സിനിമയിലും കണ്ടിട്ടുണ്ട്, ഈ പ്രേതമൊക്കെ വരുന്ന സമയത്തായിരിക്കും ഈ അട്ടഹാസവും ചിരിയും ഈ കാറ്റും അതേപോലെ വാതിലടയണൊക്കെ. അതെന്ത്, പ്രേതത്തിന്റെ വായിൽ വലിയ ഫാന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്? വിശ്വാസം അതല്ല. അപ്പൊ നീ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു പ്രേതമാണ് ഈ വാതിൽ തുറന്നിട്ടതെന്ന്? കറക്റ്റ് കറക്റ്റ് പപ്പ. എന്തോന്ന് കറക്റ്റ്? അങ്ങനെ ഒരു പ്രേതം ഈ വീട്ടിനകത്ത് വന്ന് കയറൂല. എന്റെ റൂമില് ഒരു ചെറിയ എലിയുടെ കാര്യത്തിലാണ് ഇത്രയും വിട്ടപ്പ് കൊടുത്തത്. ചെറുതല്ല വലുത്. അയ്യോ ബോംസിന്റെ ആ മുറിയിലേക്ക് എനിക്ക് കയറാൻ വയ്യ. എങ്ങനെങ്കിലും ഓടിച്ചതാ ബോംസ്. ഇവിടെ മനുഷ്യൻ അല്ലെങ്കിലേ ഭ്രാന്ത് പിടിച്ച് ഓരോരോ കാര്യത്തിന്റെ ഇടയിൽ നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇതുപോലെ ചീള് കാര്യം കൊണ്ട് ഇത്രയും ഓവർ ബിൽഡപ്പ് കൊടുത്തു വന്നോ? പോട്ട്, എലിയുടെ കാര്യമല്ലേ, ഞാൻ ഡീലാക്കി തരാം. എനിക്ക് പേടിയായോണ്ടാ. ഞാൻ ശരിയാക്കി തരാം. പേടിയാണ്, എന്തോ പേടി? ഭയങ്കര പേടിയാ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്യണോന്ന്? എനിക്ക് എലിയുള്ള റൂമിൽ കിടക്കാൻ പറ്റൂല. അതുകൊണ്ട് അപ്പൊ ഒന്ന് മാറ്റിതാ, ഓടിച്ചതാ. ശ്രദ്ധിച്ചാ? എന്താണ് ശ്രദ്ധിച്ചാണ് മൊത്തത്തിൽ പേടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞേ? പപ്പ, ഇതൊക്കെ ദുസ്സൂചനയാണ്. ശ്രദ്ധിച്ചില്ലേ? കാറ്റ്, വാതിലടഞ്ഞത്, ചിരി, ഓല വീണത്, ഇപ്പതേ വലിയ എലി. പോക അപ്പുറത്ത് വീട്ടിലെ ചേച്ചി അങ്ങാണ്ടോ കൂട്ടിയിട്ട് കത്തിക്കണം. മാറ അവിടെ നിന്ന്. പപ്പ ശ്രദ്ധിച്ചോ? നിനക്കെന്താ വേണ്ട? എലീനെ പിടിക്കണം. എടുത്തുണ്ടോ വടി? അത് ഞാൻ എടുക്കണോ? ഇല്ല, അത് ഞാൻ എടുക്കാം. എടുത്തുണ്ടോ വടി? കഷ്ടമുണ്ടല്ലോ. കുറെ ഫയലുകൾ മാത്രമുണ്ട്, ഒറ്റ പേപ്പറില്ല. ഹലോ സാർ. ഗുഡ്.
ഗുഡ് ആഫ്റ്റർനൂണിന്റെ അടുത്ത് കൊള്ളാം. ഫസ്റ്റ് ഡേ ഇങ്ങനെ തന്നെ ആയിരിക്കും. 1.5 മണിക്കൂർ ലാറ്റ്. കൊള്ളാം. അത് പിന്നെ സാർ നമ്മുടെ വീട്ടിലെ പ്രേതത്തിനെ പിടിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതാ കുറച്ച് ലേറ്റ് ആയി പോയത്. പട്ടിശല്യം ഒന്ന് കേട്ടിട്ടുണ്ട്, പ്രേതശല്യം ഒന്ന് ആദ്യമായിട്ടാണ് കേൾക്കണത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കൊച്ചു പറഞ്ഞ ഈ പുളു ഞാൻ അങ്ങ് വിശ്വസിച്ചു. അടുത്ത പ്രാവശ്യം വരുമ്പോ നല്ല കള്ളങ്ങൾ പഠിച്ചിട്ട് വരണം കേട്ടാ. സാറത് പുളുവല്ല. പുളുവല്ല, കേട്ട് മനസ്സിലായി. എല്ലാ വീട്ടിലും ഇങ്ങനെ പ്രാതങ്ങൾ അലഞ്ഞിരിഞ്ഞ് കിടക്കയില്ലേ ശല്യം കാണിയേ. ശരി വെച്ചേ. എന്ത് ജോലിയാ സാർ ഞാൻ ചെയ്യേണ്ടത്? പറയാം. കട്ടൻ ചായ വല്ലതും വേണം? വേണ്ട. വേണമെങ്കിൽ നാളെ തൊട്ട് പറയാം. പറ്റാണ്. മാസം മാസം ശമ്പളം കിട്ടുമ്പോൾ അങ്ങ് കൊടുത്താൽ മതി. വേണ്ട സാർ എനിക്ക്. അപ്പൊ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ആദ്യം ലീഡ് ക്രിയേറ്റിംഗ്. അയ്യോ, എന്ന് വെച്ചാൽ നമുക്ക് കുറെ നമ്പറുകൾ കിട്ടും. ശരി. ആ നമ്പറുകളിൽ നമ്മൾ അങ്ങോട്ട് ആളുകളെ വിളിക്കണം. വിളിച്ചിട്ട് ചോദിക്കണം, സാർ എന്തെങ്കിലും സേവനം വേണം, സാറിന് എന്തെങ്കിലും വിഷമങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ എങ്കിൽ നമ്മൾ വന്നത് കേൾക്കാം, എന്നിട്ട് അതിന്റെ പൈസ തന്നാ മതി. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പേരെ നമ്മളെ കസ്റ്റമറാക്കി മാറ്റണം. അതാണ് ലീഡ് ജനറേറ്റിംഗ്. അപ്പൊ കുറച്ച് നമ്പറുകൾ തരും. അതെല്ലാം ഈ ലാപ്ടോപ്പിൽ കൊച്ച് സേവ് ചെയ്യണം. മനസ്സിലായോ? എന്നിട്ട് എല്ലാരെയും കുത്തിയിരുന്ന് വിളിച്ചോണം. അറിയാമോ ഇതൊക്കെ ചെയ്യാൻ? അറിയാമോ ഇതൊക്കെ? ഇല്ല, ഞാൻ പഠിച്ചോളാം. അതൊക്കെ പഠിക്കണം. ചീത്തയാക്കല്ലേ. കുത്തി കളിച്ചാ പോലെ ഇത് ചെയ്ത് പഠിക്കണം. ഇത് പഠിക്കാം. പിള്ളേളിയല്ല, കൈയാണ്. ഇതാണ് നമ്മളെ ലീഡ്. അയ്യോ, ടിഷ്യൂ പേപ്പറിലെ കാര്യം എഴുതി. അത് കുഴപ്പമില്ല, അതിന് നമ്പർ കാണും കേട്ടാ. ഇതെന്താ സാർ ഇങ്ങനെ? ഇത് ഓരോ സ്ഥലത്തെ ഈ കോളേജിന്റെ ഫ്രണ്ടിലൊക്കെ പിള്ളേരിങ്ങനെ എഴുതിയിട്ട് മറ്റേ കൊടു ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകും. അപ്പൊ ഞാൻ ചെന്ന് നെല്ല് പിറക്കി എടുത്തോണ്ട് വരും. വല്ലവന് പുല്ലും ആയുധം എന്ന് പറയും പോലെ ഈ ഫ്രാൻസിസിന് ഒരു നമ്പറും ആയുധം. അപ്പൊ ഇതെല്ലാം ഇതിലടിച്ച് കയറ്റണം. ഇതിൽ കയറ്റിയിട്ട് അതിൽ നിന്ന് കുത്തിയിരുന്ന് വിളിക്കണം. അതിൽ നിന്ന് ഒരു 10 കസ്റ്റമറിന് ഇന്ന് കിട്ടണം. അതിൽ നിന്ന് 5 പേരെ ആണെങ്കിൽ 500 രൂപ വെച്ച് വാങ്ങിക്കണം. എങ്കിലേ മാസം 15,000 രൂപ ശമ്പളം ഉള്ളു കേട്ടാ. അത് പറഞ്ഞില്ല. അത് പറഞ്ഞില്ലായിരുന്നു. ഒന്നുമില്ല, തന്നേക്ക്. നോക്കി, ഇതിന്റെ പാസ്വേഡ് ഭയങ്കര ടഫാണ്, ഓർത്ത് വയ്ക്കണം. 1 2 3 4. എന്നാ ഈ കട്ടൻ ചായ കുടിച്ചോ, ബാക്കി ഞാൻ പോയിട്ട് വരാം. സാർ എനിക്ക് ഫോൺ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂക്ഷിച്ചു ഉപയോഗിക്കണം കേട്ടോ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ഇടയ്ക്ക് ഞാൻ വിളിക്കും. പണി ചെയ്യണം. ഇതൊക്കെ പരിപാടിയാണ്. ഇതെന്ത് ഫോണ്? കഷ്ടമായി. ചോദിക്കാനുണ്ട്. ഉണ്ട്. അതങ്ങനെ മനസ്സിലായി? ഇവിടെ നോട്ടം കണ്ടപ്പോ മനസ്സിലായി. അല്ല, സ്വാമിയുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് സ്വാമിയാണെന്ന് എങ്ങനെ മനസ്സിലായി? ഈ രൂപം കണ്ട അറിഞ്ഞൂടെ? ഇത്രയും ഐശ്വര്യമുള്ള മുഖം സ്വാമി അല്ലാതെ പിന്നെ വേറെ ആരാവാൻ? നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടല്ലോ. അയ്യോ, അതും മനസ്സിലാക്കിയ സ്വാമി. സ്വാമിയുടെ ദീർഘവീക്ഷണം ഒരു രക്ഷയുമില്ല കേട്ടാ. അതെ, ഞാൻ സ്വാമിയെ പോലെ ഒരാളെയാണ് തേടിക്കൊണ്ടിരുന്നത്. എന്താ കാര്യം? എന്റെ വീട്ടിലെ ഒരു ബാധ കയറിയിട്ടുണ്ട്. അതിനൊന്ന് ഒഴിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ? നിസ്സാരം. വെരി സിമ്പിൾ. പക്ഷെ കുറച്ച് ചെലവുകൾ വേണ്ടി. ചെലവ് കുഴപ്പമില്ല, എന്ത് ചെലവാണ് വെച്ചാൽ. പക്ഷെ ആ ബാധ ഒഴിഞ്ഞു പോകണം. വേറൊരാൾ അറിയാനും പാടില്ല. കാരണം ഞാനൊരു സയന്റിസ്റ്റ് കൂടെയാണ്. ഡെയിലി ബാധയെ ഒഴിപ്പിക്കുന്ന എനിക്ക് ഈ ബാധ വെറും നിസ്സാരം. പിന്നെ ഒരു ബോട്ടിൽ റമ്മ് വാങ്ങിക്കണം. റമ്മന്തിനി? അതായത് നല്ല നല്ല ബാധകൾ ഒഴിപ്പിക്കാൻ നമ്മൾ പനിനീര് തളിച്ചു കൊടുക്കും. അതുപോലെ ഈ മോശം കിട്ടാതെ അലയുന്ന ബാധകൾ ഒഴിച്ചു കൊടുക്കാൻ ചില അഴുക്ക് ബാധകളില്ലേ, അവരൊഴിപ്പിക്കാനായിട്ടാണ് നമുക്ക് ഈ റമ്മ് വേണ്ടത്. സർവേശ്വരാ, അതൊരു പുതിയ അറിവാണല്ലോ. ഓക്കെ, സെറ്റാക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. പോവാ. ഇങ്ങോട്ട് വേണം.
സ്വാമി സ്വാമി ഞാൻ രാവിലെ ഉണർന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ സൈഡിലാറ്റ് ഒരു ഓല ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. ചാത്തന ആണോ? ചാത്തന ആയിരിക്കുമല്ലേ? ആയിരിക്കും. പിള്ളേർ അതിനെ പറഞ്ഞ ചാത്തനാണെന്ന്. പക്ഷെ എനിക്ക് വലിയ വിശ്വാസമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലല്ലോ. ഞാൻ ഒരു സയന്റിസ്റ്റ് അല്ലേ. ഇതെല്ലാം ഒരു സയൻസ് അല്ലേ? ആണല്ലേ? അതെ അതെ അതെ. പോപ്സ ഇതെന്താണ് ഇപ്പൊ ഇത് കഥ? പെൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലല്ലേ, അവിടെ ഇങ്ങനെ മദ്യപിക്കാൻ പാടുണ്ടോ ഒരാൾ വന്നിരുന്നിട്ട്? ഇതടിച്ചെങ്കിൽ എനിക്ക് ധൈര്യം വരും. ഒന്ന് മാറിയേക്ക് വെച്ചേ. മിസ്റ്റർ പാപ്പൻ. പാപ്പനല്ല, പപ്പൻ. പാപ്പൻ, വാസ്തുപരമായി പറയുകയാണെങ്കിൽ ഈ കോണി ഇവിടെ ഇരിക്കാൻ പാടുള്ളതല്ല. നാളെ ഒരു JCB വിളിച്ച് ഇത് ഇടിച്ചു പൊളിച്ചാൽ കളഞ്ഞേക്ക്. സ്റ്റെയർ ഇല്ലാണ്ട് പിന്നെ ഞങ്ങൾ അതിന്റെ മുകളിലേക്ക് പോവാ. ഒരു കാര്യമായിട്ട് മേളിലേക്ക് തൂവിക്കയറണം. എടാ ഭൂതമേ, മാറി നിൽക്കണ അവിടെ. സർവേശ്വരാ, ആരാണ് അയാള്? അതെ, ഈ വീട്ടിൽ ചില ഭൂതപ്രേതാദികളുടെയൊക്കെ ദോഷമുണ്ടെന്ന് ലച്ചു പറഞ്ഞായിരുന്നു. അതൊക്കെ ഒഴിപ്പിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്ന സ്വാമിയാണത്. സ്വാമി. അയാള് വലിയ സ്വാമി നല്ല കുടിയനായുള്ള അയാള്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ത്രികാലജ്ഞാനിയാണ്, ത്രികാലജ്ഞാനി. തേങ്ങയാണ്. പോപ്സിന് വേറെ പണിയൊന്നും ഇല്ലേ? ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ ജീവിത അനുഭവങ്ങളുമാണ്. എന്നെ പോലെ അത്രയും നിങ്ങൾക്കില്ല. മാറിയല്ലേ സ്വാമി? കഷ്ടാണിത്. സ്വാമി ആ വന്നാ ലച്ചു, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? പണിയാ? ഇന്ന് ഞാനെടുത്ത പണിയുടെ അത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടില്ല. അയ്യോ, അതല്ല പറഞ്ഞത്. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ചോദിച്ചതേ. ഈ വീട്ടിൽ എന്തെങ്കിലും പ്രേതബാധ ഉണ്ടായിരുന്നു പോപ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുഭവിച്ചാ? ടെസ്റ്റ് മനസ്സിലായ? പ്രയത്നം മനസ്സിലായ? ആ പ്രായത്തിന് മനസ്സിലായി. ഇതേ അതും പറഞ്ഞിട്ട് പോപ്സ് ഇവിടെ ഏതൊരു കുടിയനും വിളിച്ചോണ്ട് വന്നിരുന്ന സൽക്കരിക്കുണ്ടായിരുന്നു. അയാള് മദ്യപിക്കായിരുന്നു, ഒരു സ്വാമി. സ്വാമിയാ? എന്നാ ആദ്യം സ്വാമി എന്ന് പറയണം, കുടിയെന്നല്ല പറയണ്ട. മനസ്സിലായ? എന്റെ ലച്ചു, അയാൾ ഇവിടെ ഇരുന്ന് കുടിക്കായിരുന്നു. അയാള് കുടിക്കട്ടെ, അതിനെന്താ? അയാള് സ്വാമിയാണോ? അപ്പൊ ഇതൊക്കെ ലച്ചു അറിഞ്ഞുകൊണ്ടാണോ? പിന്നല്ലാണ്ട് ഞാൻ എത്ര തവണ പറഞ്ഞറിയോ പപ്പയുടെ അടുത്ത്. എന്ത് സംഭവം എന്താണ്? അയാൾ ഈ സ്റ്റെയർ കേസ് JCB വെച്ച് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതെന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് പ്രേതത്തിനെ പിടിക്കണോ? ഭയങ്കര ശരി. എനിക്കൊന്നും വേറെ പണിയില്ലേ? തലയ്ക്ക് വല്ല ഓളം ഉണ്ടാ? ഇവിടെ പ്രേതമുണ്ട്, തേങ്ങയുണ്ട്. നീ കണ്ടോ? എനിക്കൊന്നും കാണണ്ട. വന്നോ? ലച്ചു, നീയാണോ കൊച്ച ഭൂതം? ആണെങ്കി ഇറങ്ങി പൊക്കോളെ ഇവിടെ. എന്തൊരു മണം! താൻ മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ട്. പപ്പ, ഇതാരാ? അയ്യോ, ദിവ്യനാണ്. ദിവ്യൻ. ഏത് ദിവ്യാണെങ്കിലും ഇയാളുടെ അടുത്ത് ഇറങ്ങി പോകാൻ പറ. ഇയാൾ മദ്യപിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ മദ്യത്തിന്റെ സ്മെല്ലും ഇഷ്ടമല്ല. നിനക്ക് ഇഷ്ടമല്ലേ? എങ്കിൽ നീ തന്നെയാണ് ഭൂതം. എടോ കഴിഞ്ഞാശ്വരാ, ഇതാണ് താൻ അന്വേഷിച്ച് കിടന്ന ഭൂതം. വാ ഭൂതമേ. നീ ആരാണ് എന്റെ കൈക്കാരി പിടിക്കാൻ? എന്റെ ദൈവമേ, ഒരു ജ്ഞാനിയാണ് ഈ ഇടിച്ച് കിടത്തിയിരിക്കുന്നത്. ആരാണെങ്കിലും മദ്യപിച്ചിട്ട് എന്റെ കൈക്കാരി പിടിച്ചാൽ ഞാൻ ഇടിക്കും. അയ്യോ, നീ അങ്ങനെ ഇടിക്കാൻ പറ്റിയ ആളല്ലേ. ദിവ്യനാണ്, ദിവ്യൻ. പോപ്സിന് ഇയാളെ എവിടുന്ന കിട്ടിയത്? ബസ് സ്റ്റോപ്പിൽ നിന്ന്. ആ ബസ് സ്റ്റോപ്പിൽ തന്നെ തിരിച്ചു കൊണ്ട് വെച്ചേക്ക്. എവിടുന്ന ഏതോ കുടിയേനും കൊണ്ട് വന്നിരിക്കുക. കുടിയനാ? എവിടെയല്ലേ പറഞ്ഞേ ഇവിടെ നെഗറ്റീവ് എനർജി ഉണ്ട്, അതുകൊണ്ട് പ്രേതമുണ്ട്, പൂതമുണ്ട്, അതിനെ ഒഴിപ്പിക്കാൻ ഒരാളെ വിളിച്ചോണ്ട് വരണമെന്ന്. എന്റെ പൊന്നെ, ഞാൻ ഒഴിപ്പിക്കാൻ അതിന് വല്ല ദിവ്യനെ വിളിച്ചോണ്ട് വരാനാ പറഞ്ഞ, അല്ലാണ്ട് കണ്ണിക്കണ്ട മുഴുകുടിയനെ വിളിച്ചോണ്ട് വരാനാണ് ഞാൻ പറഞ്ഞത്. എന്റെ പൊന്ന് പോപ്സ്, ഇയാൾ അടിച്ച് കോണം തെറ്റിട്ട് ഡെയിലി ആ പാലാരിയോടെ ജംഗ്ഷനിൽ കാണാറുണ്ട്. കറക്റ്റ്. ലേശം മറ്റുണ്ടോന്ന് സംശയമുണ്ട്. കറക്റ്റാ? എന്തോന്ന് കറക്റ്റ്? അങ്ങോട്ട് എഴുതണം. ഇവിടെ താ എന്തിനാടോ പിന്നെ എന്റെ അടുത്ത് താ സ്വാമിയാണെന്ന് പറഞ്ഞത്? ഞാൻ സ്വാമിയാന്ന് തൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. താനല്ലേ സ്വാമിയായിട്ട് എന്നെ സങ്കല്പിച്ചത്. പിന്നെ എന്തിനാ എന്റെ കൂടെ നീ കെട്ടിയെടുത്തോണ്ട് വന്നത്? ഞാൻ തൻ്റെ കൂട്ടത്തിൽ കെട്ടിയെടുത്ത് വന്നല്ലോ. എനിക്കൊരു ക്ഷണം താൻ ക്ഷണിച്ചു, ഞാൻ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ട് വന്നു. ഇതല്ലേ സത്യാവസ്ഥ. പപ്പ, അയാളെ പിടിച്ചോണ്ട് പോവാൻ നോക്കി എന്റെ പെട്ടിലൊക്കെ ഒഴിച്ച്.
പോവാം. അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് എൻ്റെ തെറ്റല്ല. ഞാൻ അവിടെ നിന്നപ്പോൾ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് ഈ പൊട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വലിയ സന്യാസി ആയിരിക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. എനിക്ക് പൊതുവെ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, എനിക്ക് സയൻസ് ആണ് വലുത്, എനിക്കിതൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ല. അതുകൊണ്ട് പറ്റിയ അബദ്ധമാണ്. അവളുടെ ബെഡൊക്കെ നശിപ്പിച്ച് പിള്ളേരോട്ട് വല്ലതും പറയിപ്പിക്കാൻ കൊതു. ഒരു കണക്കിന് എടുത്ത സ്ഥലത്ത് എന്നെ കൊണ്ടുവന്നങ്ങ് വച്ചു. പക്ഷെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ഗുണമില്ലാതായിപ്പോയില്ലേ? പപ്പ ഇതൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിട്ടായിരുന്നു? ആഹാ, ഇത്ര പെട്ടെന്ന് മറന്നുപോയാ? നമുക്ക് കാര്യങ്ങൾ അറിയണ്ടേ? ഈ ഓല അതിനകത്ത് ആരാണ് കൊണ്ടുവച്ചത്, ഈ കഥ ആരാണ് തുറന്നിട്ടെന്നുള്ളത് അറിയണമല്ലോ. അതിനല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ആണോ? ആര് 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 ആരത് ആര്? കുറെ നാളായി ഞാൻ ആഗ്രഹിക്കായിരുന്നു സാറിന്റെ കൂടെ ഒന്ന് കൂടണമെന്ന്. അതൊന്നും സാധിച്ചില്ലേ? ഒന്നും സാധിച്ചില്ലേ? അത് തിരിക്കറിഞ്ഞു. അതാണ് പപ്പൻ. ഹവിൽദാർ പപ്പൻ ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തി. അതാണ് അതെനിക്കറിഞ്ഞൂടെ. പിടിക്കണ്ടേ? എന്താണത്? സ്റ്റഡിയാണ് ഇപ്പോഴും സോൾജർ. താനത് മാറ്റിയിട്ട് അങ്ങോട്ട് മാറ്റിടോ. അങ്ങനെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇവൻ വീണ്ടും ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ ഇതുപോലെ നമ്മളെപ്പോലെ നടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തട്ടി അങ്ങ് വീഴും. ഒരു സോൾജർ എന്ന് പറഞ്ഞാൽ അവന് കുറച്ച് കടമകളൊക്കെ ഉണ്ട്. ഇവൻ അങ്ങനെ ഞാൻ കൂടില്ല സാർ. ഇവനെ എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്ത് വയ്ക്കും. ഫ്രെയിം ചെയ്ത് ബാക്കിയുള്ള ആള് പി പി ഉണ്ടാക്കും. പി 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 എന്നിട്ട് വീട്ടിൽ കൂടെ അടക്കും. എനിക്കൊരു പി പി തരണം. എനിക്കൊരു പി പി തരണം. എത്ര പി പി വേണം? എത്ര പി പി? എനിക്കൊരു പി പി തരണം. ആ, ഓക്കെ. നമുക്ക് നാളെ കാണാം. പോലെ സ്റ്റഡി. അപ്പൊ താങ്ക് യു സോൾജർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, കെട്ടിറങ്ങിയ പീപ്പി ഉണ്ടാക്കി തന്നില്ല കേട്ടോ. അല്ല, ഇന്ന് കൂടണ്ടേ? കൂടാന്ന് ശരിക്കും ഭൂതം അകത്തല്ല പുറത്തായിരുന്നല്ലേ, അല്ലേ ലച്ചു? കറക്റ്റ്. എന്താണ് മോപ്സ? ഒരിക്കലൊരു റാണി ചന്ദ്രനിൽ പോകാൻ വീട്ടിൽ നിറങ്ങി. കാര്യമറിഞ്ഞപ്പോ റാണിയുടെ ഹബ്ബി റാണിയെ തൊഴിച്ചേ. കരഞ്ഞോണ്ട് റാണി ചന്ദ്രനിൽ പോകാതെ ചന്തയ്ക്ക് പോയി. ഒരു ചെമ്പല്ലി വാങ്ങി ഹബ്ബിക്ക്
വെച്ച